ിൽ മാധവിക്കുട്ടി എഴുതിയ കഥയാണ്. കഥയുടെ പേര് നെയ്പായസം എന്നാണ്. നല്ല മനോഹരമായൊരു കൊച്ചു കഥയാണ്. ഒരു പാവം അമ്മ, ആ അമ്മയുടെ മനസ്സ് നിറയെ മക്കളും ഭർത്താവും വീടുമാണ്. അതിനെക്കുറിച്ചുള്ള ആലോചനകളും അവർക്ക് വേണ്ടിയുള്ള സേവനങ്ങളുമാണ് ആ അമ്മയുടെ മനസ്സു നിറയെ. വീട്ടിലെ ജോലിക്കിടയിൽ എപ്പോഴോ, വീട്ടിലൂടെ ഓടി നടക്കുന്നതിനിടയിൽ എപ്പോഴോ അവർ ഒരു ചൂളിനടുത്തേക്ക് തളർന്നു വീഴുന്നുണ്ട്. വൈകുന്നേരം ജോലി കഴിഞ്ഞിട്ട് ഭർത്താവ് വരുമ്പോൾ വീണ് കിടക്കുന്ന പ്രിയപ്പെട്ടവളെ കാണുന്നു. അവരെ എടുത്തിട്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. ആശുപത്രിയിലെത്തിയിട്ട് പരിശോധനയുടെ ശേഷം ഡോക്ടർ പറയുന്നത് മരിച്ചിട്ട് കുറേ സമയമായി എന്നാണ്. അമ്മയില്ലാത്ത ആ വീട് പെട്ടെന്നൊരു കെട്ടിടമായി മാറി, വീടല്ലാതായി മാറി. ഉമ്മ പോകുമ്പോൾ ഉണങ്ങിയ കെട്ടിടമാകും വീട്. ഉണർന്നിരുന്ന ഓർമ്മകൾ കരയും. ഉമ്മ നട്ടതും നനച്ചതും നൂലിൽ കോർത്തതും ഓതി അടയാളമിട്ടതും കണ്ട് മനസ്സിൽ ഒരു മഴ തുടങ്ങും. ഉമ്മയില്ലെങ്കിൽ വീട് വെറുമൊരു കെട്ടിടമായി മാറും. അങ്ങനെ പ്രിയപ്പെട്ടവളില്ലാത്ത ആ വീട്ടിലേക്ക് അവരുടെ ശവസംസ്കാര ചടങ്ങ് കഴിഞ്ഞിട്ട് അച്ഛനും മക്കളും തിരിച്ചു വരികയാണ്. അച്ഛനും മക്കൾക്കും വിശപ്പുണ്ട്. മക്കൾക്ക് വല്ലതുണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അച്ഛനെ അടുക്കളയിലേക്ക് കയറുകയാണ്. കഞ്ഞി ഉണ്ടാക്കാൻ മാത്രമേ ആ അച്ഛൻ അറിയുള്ളൂ. കഞ്ഞി ഉണ്ടാക്കാനുള്ള ഒരുക്കങ്ങൾ നടക്കുമ്പോഴാണ് അവിടെ കുറേ പാത്രങ്ങൾ അടച്ചു വെച്ചത് കണ്ടത്. അച്ഛൻ മെല്ലെ ഇങ്ങനെ തുറന്നു നോക്കിയപ്പോൾ ചോറുണ്ട്, ചപ്പാത്തിയുണ്ട്, കറിയുണ്ട്, ഉപ്പേരിയുണ്ട്, ചമ്മന്തിയുണ്ട്, പപ്പടമുണ്ട്. ഒരു ചെറിയ പളുങ്ക് പാത്രത്തിൽ നെയ്പായസവും ഉണ്ട്. മരണത്തിൻ്റെ സ്പർശമുള്ള ആ ഭക്ഷണം മക്കൾക്ക് കൊടുക്കണ്ടെന്നാണ് അച്ഛൻ വിചാരിക്കുന്നത്. പക്ഷേ മക്കൾ ആ പായസം എടുത്തിട്ട് കഴിക്കുന്നുണ്ട്. മക്കൾ പായസം എടുത്ത് കഴിക്കുമ്പോൾ അച്ഛൻ പ്രിയപ്പെട്ടവളുടെ എല്ലാ ഓർമ്മകളോടെയും എല്ലാ സ്നേഹഭാരത്തോടെയും അവളെപ്പോഴും ഇരിക്കാറുള്ള പലകയിൽ അദ്ദേഹം ഇങ്ങനെ ഇരിക്കുന്നുണ്ട് സ്നേഹത്തോടെ. പായസം കുടിച്ചു വന്നിട്ട് മക്കൾ പറയുന്നുണ്ട്, അമ്മ ഉണ്ടാക്കുന്ന പായസത്തിന് എന്ത് രുചിയാണല്ലേ അച്ഛാ, അമ്മ എന്തുണ്ടാക്കിയാലും എന്ത് രുചിയാണ് എന്ന്. കഥ അവിടെ അവസാനിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഓർമ്മയിൽ ഇങ്ങനെ അലയടിക്കണത് എന്താണെന്നറിയോ? ജീവിച്ചിരിക്കുന്ന കാലത്ത് ആ പാവം പെണ്ണ് ഇതൊക്കെയൊന്ന് കേൾക്കാൻ എത്ര ആഗ്രഹിച്ചിട്ടുണ്ടാവും. നമ്മുടെ പ്രിയപ്പെട്ടവർ ഓരോരുത്തരും നമ്മുടെ കൂടെ ജീവനോടെ ചൂടോടെ ഉള്ള സമയത്ത് അവരെ സ്നേഹിക്കണം. അവർ തണുത്തു പോകുന്നൊരു ദിവസമുണ്ട്, മരണം എന്നാണ് നമ്മളതിന് പറയാം. ശരീരമൊക്കെ തണുത്തു പോകും. തണുത്തു പോയതിന് ശേഷം ആ പ്രണയം ആവിഷ്കരിച്ചിട്ടോ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടോ ഒരു കാര്യം ഉണ്ടാവില്ല. നമ്മുടെ കൂടെ ജീവനോടെ ഉള്ള സമയത്ത് മനുഷ്യനെ സ്നേഹിക്കാൻ കഴിയുമ്പോഴാണ് ഈ ജീവിതത്തിന് ഒരർത്ഥം ഉണ്ടാവുന്നത്. നമ്മുടെ കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി വേഴാമ്പലാണ്. അതെന്തുകൊണ്ടായിരിക്കും? വേഴാമ്പൽ എന്ന പക്ഷിയെ നമ്മൾ വളരെ കുറച്ചേ ഇവിടെ കാണാറുള്ളൂ, അധികമൊന്നും കാണാറില്ല. എന്നിട്ടും വേഴാമ്പൽ എന്ന പക്ഷിയെയാണ് സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക പക്ഷിയായി തിരഞ്ഞെടുത്തത്. അതിനൊരു കാരണമുണ്ട്. പക്ഷികളുടെ കൂട്ടത്തിൽ കുടുംബം എന്ന സംവിധാനത്തിന് വലിയ പ്രാധാന്യം നൽകുന്ന പക്ഷിയാണ് വേഴാമ്പൽ. പെൺവേഴാമ്പൽ പ്രജനനത്തിൻ്റെ ഭാഗമായി കൂട്ടിലിരിക്കുന്ന സമയത്ത് ആൺവേഴാമ്പൽ ആ കൂട് ചില ചെറിയ നാരുകൾ കൊണ്ട് അടച്ചിടും. ഒരു ചെറിയ ഹോള് മാത്രം ഇടും, ചെറിയൊരു ഓട്ട മാത്രം വെക്കും. അതിലൂടെയാണ് ഭക്ഷണം കൊടുക്കുക. ഈ അമ്മപ്പക്ഷിക്കും മക്കൾക്കും ഭക്ഷണം കൊടുക്കുന്നത് ആ ചെറിയ ഹോളിലൂടെയാണ്. ഭക്ഷണം തേടിയുള്ള യാത്രയുടെ ഇടയിൽ എവിടെയെങ്കിലും ഈ ആൺവേഴാമ്പൽ മരിച്ചുപോയാൽ, വല്ല അപകടത്തിലും പെട്ട് മരിച്ചുപോയാൽ, ഈ പെൺവേഴാമ്പൽ ആ കൂടിൻ്റെ അകത്ത് നിന്ന് പുറത്തേക്ക് വരില്ല, അതിനകത്ത് മരിച്ചു പോകും. പട്ടിണി കിടന്ന് മരിക്കും. ആ ചെറിയ മറ ഒന്ന് കൊത്തിയാൽ തകരുന്നത്ര ദുർബലമാണ്
എന്നാലും പുറത്തേക്ക് വരില്ല, അതിനകത്ത് മരിക്കും. ആൺവേഴാമ്പലില്ലാത്തൊരു ലോകത്തേക്ക് പെൺവേഴാമ്പൽ വരില്ല. അങ്ങനെയാണ് ജഗന്നിയന്താവായ ലോകരക്ഷിതാവ് ആ പക്ഷിയുടെ പ്രകൃതത്തെ സംവിധാനിച്ചിട്ടുള്ളത്. കുടുംബം എന്നുള്ള സംവിധാനത്തിന് ആ പക്ഷി നൽകുന്ന പ്രാധാന്യം പരിഗണിച്ചുകൊണ്ടാണ് കുടുംബത്തിന് വലിയ വില നൽകുന്ന മലയാളികൾ അവരുടെ ഔദ്യോഗിക പക്ഷിയായിട്ട് വേഴാമ്പലിനെ തിരഞ്ഞെടുത്തുള്ളത്. നമ്മുടെ കൂടെയുള്ള ഓരോ മനുഷ്യനും നമ്മൾക്ക് അത്രയും പ്രധാനമാണ്. നമ്മൾ ഇനിയും തുറന്നു നോക്കിയിട്ടില്ലാത്ത സമ്മാനപ്പെട്ടികളാണ് നമ്മുടെ കൂടെയുള്ള ഓരോ മനുഷ്യരും. തുറന്നു നോക്കിയിരുന്നെങ്കിൽ നമുക്ക് കാണായിരുന്നു അതിനകത്ത് സമ്മാനമാണ് എന്ന്. പക്ഷേ ജീവിതാവസാനം വരെ നമ്മൾ തുറന്നു നോക്കാതെ പോകുന്ന എത്രയോ സമ്മാനപ്പെട്ടികൾ നമ്മുടെ കൂടെയുണ്ട്. ഒരമ്മയുടെയും ചെറിയ 2 മക്കളുടെയും കഥയുണ്ട്. അമ്മ അങ്ങാടിയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ വലിയ കുട്ടി ഓടി വന്നിട്ട് അമ്മയോട് പറയുന്നുണ്ട്, അമ്മ, നമ്മുടെ ചെറിയ മോള് ക്രയോൺസ് കൊണ്ട് അവിടെയൊക്കെ കുത്തി വരച്ചിട്ടിരിക്കണു, ചുമരിലൊക്കെ കുത്തി വരച്ചിട്ടിരിക്കണു. അമ്മയ്ക്ക് വല്ലാത്ത ദേഷ്യം വന്ന്. യൂറോപ്പിൽ നിന്നുള്ളൊരു കഥയാണ്. ആ നല്ല വാൾപേപ്പർ കൊണ്ട് ചുമരുകളൊക്കെ അമ്മ വൃത്തിയാക്കിയിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ. അവിടെയൊക്കെ കുട്ടി കുത്തി വരച്ചിരിക്കണമെന്ന് കേട്ടപ്പോൾ അമ്മയ്ക്ക് ദേഷ്യം വന്ന് അമ്മ സാധനങ്ങളൊക്കെ താഴെ വെച്ചിട്ടൊരു വടിയെടുത്തിട്ട് കുട്ടിയെ അടിക്കാൻ വേണ്ടി ഓടുകയാണ്. അമ്മ വരുന്നത് കണ്ട് ക്രയോൺസ് പിറകിലേക്ക് പിടിച്ചിട്ട് കുട്ടി പേടിച്ചു നിൽക്കുന്നുണ്ട്. കുട്ടിയെ അടിക്കാൻ ഒരുങ്ങുമ്പോഴാണ് അമ്മ ചുമരിലേക്ക് നോക്കിയത്. കുട്ടി കുത്തി വരച്ചതൊന്നുമല്ല, അവളെ കൊണ്ട് അറിയാവുന്ന ഭാഷയിൽ അവൾ എഴുതി വെച്ചതാണ്, ഐ ലവ് യു മാം. എനിക്കെൻ്റെ ഉമ്മയെ അല്ലെങ്കിൽ എനിക്കെൻ്റെ അമ്മയെ ഒരുപാട് ഇഷ്ടമാണ്. അരമണിക്കൂർ നേരം കാണാതായപ്പോഴേ അവൾക്ക് കാണാൻ പൂതിയായി. അപ്പോൾ അവളുടെ സ്നേഹം ആവിഷ്കരിച്ചത് അങ്ങനെ ഒരു എഴുത്തിലൂടെയാണ്. നല്ല കയ്യക്ഷരമൊന്നുമല്ല, അക്ഷരത്തെറ്റൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും അവളുടെ ഉള്ളിലുള്ളത് സ്നേഹമാണ്. നമ്മുടെ കൂടെയുള്ള ഓരോ മനുഷ്യനും അത്ര നല്ല കയ്യക്ഷരത്തിലൊന്നും അല്ലെങ്കിലും നമ്മൾക്ക് വേണ്ടി എഴുതിക്കൊണ്ടേയിരിക്കുന്നത് സ്നേഹത്തെക്കുറിച്ച് തന്നെയാണ്. നമുക്കൊക്കെ വേണ്ടത് എന്താണ്? സ്നേഹം. എല്ലാം എന്താണ്? നമ്മളെല്ലാ കാര്യങ്ങളിലും അന്വേഷിച്ചത് എന്താണ്? സ്നേഹമാണ്. അത് കിട്ടാതിരിക്കുമ്പോഴാണ് നമ്മൾക്ക് അതിൻ്റെ എല്ലാ തരത്തിലുള്ള അസ്വസ്ഥതകളുണ്ടാവുക. ഒരു ചെറിയ കുട്ടിക്ക് എന്താ വേണ്ടത്? സ്നേഹം. വലിയൊരു മനുഷ്യന് എന്താ വേണ്ടത്? സ്നേഹം. അതുകൊണ്ടല്ലേ പ്രായമായ വാപ്പയുടെയും ഉമ്മയുടെയും കാര്യം പറഞ്ഞപ്പോൾ അവർക്ക് നല്ല വീട് കൊടുക്കണം എന്നല്ല ഖുർആൻ പറഞ്ഞത്, അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കണം എന്നല്ല പറഞ്ഞത്, അവർക്ക് നിങ്ങളുടെ ശമ്പളത്തിൻ്റെ വലിയ ഓഹരി കൊടുക്കണം എന്നല്ല പറഞ്ഞത്. അതിനേക്കാളൊക്കെ അവർക്ക് ആവശ്യമുള്ളൊരു കാര്യമുണ്ട്, അത് സ്നേഹമാണ്. അത് നിങ്ങൾ കൊടുക്കണം എന്നാണ് പറഞ്ഞത്. കാരണം അതില്ലെങ്കിൽ പിന്നെ എന്തുണ്ടായിട്ട് കാര്യമില്ല. പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ അനാഥരാകുന്നത് കുട്ടികളായിരുന്നു. ഇന്നാരാ അനാഥരാകുന്നത്? വാപ്പയും ഉമ്മയുമാണ്. ഒരു മാർപ്പാപ്പയുടെ കഥ വായിച്ചു. അദ്ദേഹം അധികാരമേറ്റ ഉടനെ അദ്ദേഹത്തിൻ്റെ സ്ഥാനമോതിരത്തിൽ ചുംബിക്കാൻ വേണ്ടിയിട്ട് കുറേ ആളുകൾ വരുന്നുണ്ട്. അങ്ങനെ ക്യൂ നിൽക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ പ്രായമായൊരമ്മയുണ്ട്. ആ അമ്മ മോതിരത്തിൽ ചുംബിക്കാൻ ഒരുങ്ങിയപ്പോൾ മാർപ്പാപ്പ ആ അമ്മയെ തടഞ്ഞു. എന്നിട്ട് അമ്മയുടെ വിരലിലുണ്ടായിരുന്ന ക്ലാവ് പിടിച്ച ചെമ്പ് മോതിരത്തിൽ മാർപ്പാപ്പ ചുംബിച്ചു. എന്നിട്ട് പറഞ്ഞു, മാർപ്പാപ്പയുടെ സ്ഥാനമോതിരത്തേക്കാൾ വിലയുണ്ട് അമ്മയുടെ കയ്യിലെ വിവാഹ മോതിരത്തിന്. അത് മാർപ്പാപ്പയുടെ അമ്മയായിരുന്നു. 2016 ഡിസംബറിലാണ് കൊളംബോയിലെ വിമാനാപകടം ഉണ്ടായത്. ആ വിമാനാപകടത്തിൽ വലിയ പരിക്ക് പറ്റിയൊരു ചെറുപ്പക്കാരന് കൈ മുറിഞ്ഞു തൂങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ പാതി മയക്കത്തിൽ കരഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ വിളിച്ചു പറയുന്നുണ്ട്, പ്ലീസ് സേവ് മൈ വെഡ്ഡിങ് റിങ്. എൻ്റെ ആ വിവാഹമോതിരം നിങ്ങൾ സൂക്ഷിച്ചു വെക്കണേ. കൈ പോയാലും കൈവിരലിൽ കിടക്കണ എൻ്റെ വിവാഹത്തിൻ്റെ അടയാളം നിങ്ങൾ സൂക്ഷിച്ചു വെക്കണം കേട്ടോ. വിവാഹത്തെക്കുറിച്ച് അത്ര നല്ല കഥകളൊന്നുമല്ല നമ്മൾ കേൾക്കുന്നത്. നല്ല സന്തോഷത്തിലാണ് നമ്മൾ ആ കല്യാണത്തിന് പോയത്. പക്ഷേ കഴിഞ്ഞ ദിവസമാണ് ആ പെൺകുട്ടി കുടുംബ കോടതിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് നമ്മൾ തന്നെ കാണുന്നത്. അത്ര നല്ല കഥകളൊന്നും കാണാനോ കേൾക്കാനോ ഇല്ല നമ്മുടെ പുതിയ തലമുറയ്ക്ക്. അവിടെ പിന്നെയും പിന്നെയും നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കേണ്ടത് സ്നേഹത്തെക്കുറിച്ച് തന്നെയാണ്. എന്തിനാ ഒരാൾ വിവാഹം കഴിക്കുന്നത്? സ്നേഹിക്കാനാണ്, വേറെന്തിനാണ്? വിശുദ്ധ ഖുർആൻ റോമാരാജ്യക്കാർ എന്ന അധ്യായത്തിലെ സൂറത്തുർ റൂമിലെ ഒരു വചനം നമ്മുടെ എല്ലാ നിക്കാഹ് ഖുത്ബകളിലും നമ്മൾ കേൾക്കുന്നതാണ്. തോന്നാറുണ്ട് കുറച്ചുകൂടി ആഴത്തിൽ വിശദീകരിക്കപ്പെടേണ്ടതുണ്ട് ആ ആയത്ത് എന്ന്. കാരണം ആയത്ത് തുടങ്ങുന്നത് തന്നെ വമിൻ ആയാത്തിഹി എന്ന് പറഞ്ഞിട്ടാണ്. വിവാഹത്തെക്കുറിച്ച് പറയുന്ന കാര്യമാണ്, ആയത്താണ്, വചനമാണ്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല
ആ വചനം ആരംഭിക്കുന്നത് തന്നെ വമിൻ ആയാത്തിഹി എന്നാണ്. വമിൻ ആയാത്തിഹി എന്ന് പറഞ്ഞാൽ ഒരു പടച്ചവനുണ്ട് എന്നതിൻ്റെ തെളിവാണ് വിവാഹം. ഒരു ചെളിയിൽ പശുവിൻ്റെ കാലടിപ്പാടുകൾ കണ്ടാൽ നമുക്കറിയാം അതിലൊരു പശു പോയിട്ടുണ്ട്. മനുഷ്യൻ്റെ കാൽപ്പാടുകൾ കണ്ടാൽ അറിയാം അതിലൊരു മനുഷ്യൻ നടന്നു പോയിട്ടുണ്ട്. അതിലെ ഒരാൾ നടന്നു പോയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലായത് ആ അടയാളം കണ്ടിട്ടാണ്. അങ്ങനെയാണെങ്കിൽ അല്ലാഹ് പറയാണ്, ആകാശഭൂമികളെ മുഴുവനും സൃഷ്ടിച്ചു പരിപാലിച്ചുകൊണ്ട് ഏകനായൊരു പടച്ചവനുണ്ട് എന്ന് തെളിയിക്കുന്ന അടയാളമാണ് വിവാഹം. എന്നിട്ട് പറയണ രീതി ശ്രദ്ധിക്കണം കേട്ടോ. അൻ ഖലഖ ലക്കും മിൻ അൻഫുസിക്കും അസ്വാജ, മനുഷ്യരായ നിങ്ങൾക്ക് മനുഷ്യരിൽ നിന്ന് തന്നെയുള്ള ഇണകളെ നൽകിയിരിക്കണു. അതെന്തിനായിരിക്കും പറഞ്ഞത്? ഓരോ ജന്തുവംശത്തിനും അതാത് ജന്തുവംശത്തിൽ നിന്നുള്ള ഇണകൾ തന്നെയല്ലേ. പൂച്ചയ്ക്ക് പൂച്ച തന്നെയാണ്, പശുവിന് കാള തന്നെയാണ്. പക്ഷെ എന്നിട്ട് മനുഷ്യനെ കുറിച്ച് പ്രത്യേകം പറയാണ്, മനുഷ്യരായ നിങ്ങൾക്ക് മനുഷ്യരിൽ നിന്നുള്ള ഇണകളെ നാം നൽകിയിട്ടുണ്ട് കേട്ടോ. ഇണകളെ നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പോരെ? എന്തിനാണ് മനുഷ്യരായ നിങ്ങൾക്ക് മനുഷ്യരിൽ നിന്ന് എന്ന ഒരാശയം അവിടെ ഉണ്ടാക്കിയെന്നറിയോ? തീർച്ചയായും അതിൽ ആശയങ്ങൾ ഉണ്ടാവും. അള്ളാഹു വെറുതെ പറയുന്നില്ല. അതിൻ്റെ ആശയം ഇത്രയേ ഉള്ളൂ, വളരെ ലളിതമായി എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് ഒരു മനുഷ്യനാണ് കേട്ടോ. അതാണ്. നമ്മളെപ്പോലെ വിശക്കുകയും നമ്മളെപ്പോലെ ദാഹിക്കുകയും നമ്മളെപ്പോലെ കരയുകയും നമ്മളെപ്പോലെ മടി കാണിക്കുകയും നമ്മളെപ്പോലെ മനസ്സ് നോവുകയും വിശക്കുകയും ദാഹിക്കുകയും സ്വാതന്ത്ര്യങ്ങളും സ്വപ്നങ്ങളും പ്രതീക്ഷകളൊക്കെയുള്ള ഒരു മനുഷ്യനാണ് ജീവിതത്തിലേക്ക് വരുന്നത് എന്ന് പുരുഷനോടും, അങ്ങനെയൊക്കെയുള്ളൊരു മനുഷ്യനാണ് കേട്ടോ ജീവിതത്തിലേക്ക് വരുന്നത് എന്ന് സ്ത്രീയോടും പറയാണ്. കാരണം എന്താണെന്നറിയോ? ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനിൽ നിന്ന് കിട്ടേണ്ട ഏറ്റവും കുലീനമായ ആദരവ് എന്താണ്? അയാളെ മനുഷ്യനായിട്ട് അംഗീകരിക്കുക എന്നുള്ളതാണ്. ആണ് പെണ്ണ് ഹിന്ദു മുസ്ലിം അതൊക്കെ ഉണ്ട്. പക്ഷെ ഖുർആൻ പറഞ്ഞതുപോലെ വലഖദ് കറംനാ ബനി ആദം, മനുഷ്യരായ മനുഷ്യരെ മുഴുവനും അള്ളാഹു ബഹുമാനിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു അള്ളാഹു ഇല്ല എന്ന് പറയുന്നവരെ പോലും അള്ളാഹു ബഹുമാനിച്ചിരിക്കുന്നു എന്നാണ്. അപ്പം നമ്മളെത്ര ബഹുമാനിക്കണം മനുഷ്യന്? ഈ ആയത്തിൻ്റെ തൊട്ട് മുന്നേയുള്ള ആയത്ത് എന്താണെന്നറിയാം? മനുഷ്യനെ സൃഷ്ടിച്ച് നാം ഭൂമിയാകെ പരത്തിയിരിക്കുന്നു. അതിനുശേഷം പറയാണ്, അങ്ങനെ പരത്തിയ കോടാനുകോടി മനുഷ്യരിൽ നിന്ന് ഒരു മനുഷ്യനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തരുന്നു. മനുഷ്യൻ എല്ലാ അർത്ഥത്തിലും മനുഷ്യൻ. പിന്നെ പറയണത് നിങ്ങൾക്ക് ഇണയും തുണയുമായി നൽകിയിട്ടുണ്ട് എന്നാണ്. ഭാര്യ എന്നും ഭർത്താവ് എന്നും അർത്ഥം കിട്ടുന്ന നല്ല അറബി വാക്കുകളുണ്ട്. പക്ഷെ ഖുർആൻ അതൊന്നും ഉപയോഗിച്ചില്ല. ഖുർആൻ ഉപയോഗിച്ചത് ഇണയും തുണയുമാണ്. ഭാര്യ എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം? ഒരാൾ ഭരിക്കുന്നു, അതിന് കീഴെ ജീവിക്കുന്ന സ്ത്രീയാണ്. അതുകൊണ്ടാണ് ശ്രീകൃഷ്ണന് 16,008 ഭാര്യമാരുണ്ടായിരുന്നു എന്ന് പറയുന്നത്. അദ്ദേഹം വിവാഹം ചെയ്ത സ്ത്രീകളുടെ കണക്കല്ലത്. അദ്ദേഹം ഭരിച്ച നാട്ടിൽ 16,008 സ്ത്രീകളുണ്ടായിരുന്നു. അതാണോ ജീവിതത്തിലേക്ക് വരുന്ന കൂട്ടുകാരിക്ക് പറയേണ്ട പേര് ഭാര്യ എന്നാണോ? നമ്മളതിൻ്റെ ആശയം മനസ്സിലാക്കിയിട്ടൊന്നല്ല പറയുന്നത്. പക്ഷെ എന്നാലും ആ വാക്കിന് അപകടങ്ങളുണ്ട്. ഖുർആൻ ഉപയോഗിച്ചത് എത്ര സുന്ദരമായ പദമാണ്, ഇണയും തുണയുമാണ്. പൗരാണിക ഭാരതത്തിൽ ഭാര്യയ്ക്ക് പറഞ്ഞിരുന്ന പേര് ഭാര്യ എന്നായിരുന്നില്ല, ജായ എന്നാണ് പറഞ്ഞിരുന്നത്. ജായ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അമ്മ എന്നാണ്. ജന്മം നൽകിയവൾ. പെറ്റമ്മയല്ല, പോറ്റമ്മയാണ്. എത്ര കുലീനമായ ആദരവാണ് അതിൻ്റെ അകത്തുള്ളതെന്ന് ആലോചിച്ചു. പലപ്പോഴും നമ്മൾ പെണ്ണിന് സ്വതന്ത്രമായൊരു അസ്തിത്വം പോലും കൊടുക്കില്ല. കുട്ടിക്കാലത്ത് പറയും ഇന്നാളുടെ മകളാണ്, കുറച്ചുകൂടി മുതിർന്നാൽ പറയും ഇന്നാളുടെ പെങ്ങളാണ്, കുറച്ചുകൂടി മുതിർന്നാൽ പറയും ഇന്നാളുടെ ഭാര്യയാണ്, കുറച്ചുകൂടി മുതിർന്നാൽ പറയും ഇന്നാളുടെ ഉമ്മയാണ്. പിന്നെ അവളാരാണ്? കുട്ടിക്കാലം മുതലേ അവളോട് പറയണത് നീ ഈ വീട്ടിൽ വളരേണ്ടവളല്ല, ഇവിടുന്ന് പോകേണ്ടവളാണെന്നാണ്. ചെന്ന് കയറിയ വീട്ടിൽ അവളോട് പറയണത് എന്താണ്? നീ ഇങ്ങോട്ട് വന്നു കയറിയതാണ്. പിന്നെ അവളുടെ ഇടം ഏതാണ്? അനീതി കാണിച്ചിട്ടുണ്ട്. വരാനിരിക്കുന്ന ആ അനീതിയെ അത്രമേൽ ആഴത്തിൽ ഉൾക്കൊണ്ടുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് മിൻ അൻഫുസിക്കും. പുരുഷൻ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം സ്ത്രീയുടേതു കൂടിയാണ്. അവൾക്ക് കൂടി പകുത്തു കൊടുക്കേണ്ട പല സ്വാതന്ത്ര്യങ്ങളും അവൻ അവൻ്റേതാക്കി മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഖുർആൻ ആ അനീതി വരാതിരിക്കാനുള്ള അത്രയും ജാഗ്രതയോടുകൂടിയാണ് മിൻ അൻഫുസിക്കും എന്ന പ്രയോഗം നടത്തിയിട്ടുള്ളത്. ഇണയും തുണയുമാണ്, ഒന്നാവണം. നമ്മൾ ഒന്നാവുമെന്നൊക്കെ പറയൂ, പക്ഷേ പലപ്പോഴും ഒന്നാവണില്ല. ഒരാളൊരാളെ വിഴുങ്ങുന്നതിൻ്റെ പേരല്ല ഒന്നാവൽ എന്ന് പറയുന്നത്. ഒരു മെഴുക്, ഒരു തിരിയും കത്തുന്നുണ്ട്, മെഴുകും കത്തുന്നുണ്ട്. മെഴുകിൻ്റെ കത്തൽ തിരിയെയോ തിരിയുടെ കത്തൽ മെഴുകിനെയോ ഒരു നിലക്കും ബാധിക്കണില്ല. എന്നാൽ അത് രണ്ടും കൂട്ടിച്ചേർത്തിട്ട്
മെഴുകുതിരി എന്ന് വിളിച്ചിട്ട് നമ്മളതൊന്ന് കത്തിച്ചു നോക്കൂ. തിരി കത്തുന്നതിനനുസരിച്ച് മെഴുകുരുകുന്നുണ്ട്, മെഴുകുരുകുന്നതിനനുസരിച്ച് തിരി കത്തുന്നുണ്ട്. ഇതാണ് ഒന്നാവല്.